ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടം 5-ാം ഞായർ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന് യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുക. ക്രൈസ്തവർക്ക് യേശുനാഥൻ നൽകുന്ന ഏറ്റവും വളരെ മനോഹരമായ 2 വിശേഷണങ്ങളാണ് ഈ ഉപ്പ് എന്നുള്ളതും ഈ പ്രകാശം എന്നുള്ളതും. പക്ഷേ ഇതിൽ ഈ പ്രകാശമാണ് എന്നുള്ള പദം അക്ഷരാർത്ഥത്തിൽ ക്രൈസ്തവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. റോമൻ പീഡന പരമ്പര കാലത്ത് ക്രൈസ്തവരെ ജീവനോടെ എണ്ണ ചുറ്റിയ തിരിയിൽ കൊളുത്തി കത്തിച്ചു നിർത്തുമായിരുന്നു. രാത്രികാലങ്ങളിൽ അവിടെ പോയിരുന്ന ആളുകൾക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടി അവരങ്ങനെ ചെയ്തത് തന്നെ യേശുനാഥൻ പറഞ്ഞ ഈ വാക്കുകളെ കളിയാക്കിക്കൊണ്ടാണ്. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് നിങ്ങളുടെ ഗുരു പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ പ്രകാശം തന്നെ ആയിത്തീരുക എന്നൊക്കെ പറഞ്ഞ് കത്തിച്ച് നിർത്തിയിട്ടുണ്ട്. പക്ഷേ ആ പീഡനങ്ങളിടയിലും അവർ അക്ഷരാർത്ഥത്തിൽ ലോകത്തിൻ്റെ പ്രകാശമായി മാറുകയായിരുന്നു. ഇന്നും ആ പ്രകാശവും ആ ഉപ്പും അതിൻ്റെ സ്വാദും അതിൻ്റെ വെളിച്ചവും ലോകത്തിന് നൽകിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആദിമ കാലഘട്ടത്തിൽ റോമ സാമ്രാജ്യത്തിലും ഗ്രീക്ക് സാമ്രാജ്യത്തിലുമൊക്കെ ഈ ഉപ്പിന് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു. അവർ ഉപ്പിനെ സൗഹൃദമായൊക്കെ പരിഗണിച്ചിരുന്നു, വളരെ വിലപിടിപ്പുള്ള ഒരു വസ്തുവായി പരിഗണിച്ചിരുന്നു. ഈ മനുഷ്യ ശരീരം അഴുകാതിരിക്കുന്നതിന് പണ്ടും മമ്മിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ ഉപ്പ് ഉപയോഗിച്ചിരുന്നതായി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം യേശുനാഥൻ്റെ അന്ത്യത്താഴ ചിത്രത്തിൽ തട്ടിക്കിടക്കുന്ന ഉപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അത് സൗഹൃദം നഷ്ടപ്പെട്ടു പോയതിൻ്റെ അടയാളമൊക്കെയാണ്. അപ്പോൾ വളരെ പ്രാധാന്യം നിറഞ്ഞ ഉപ്പ്, ആ ഉപ്പ് കാണിച്ചിട്ട് യേശുനാഥൻ പറയും നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. അപ്പോൾ ഓരോ ക്രൈസ്തവനും, യേശുനാഥ് ശിഷ്യന്മാരെ നോക്കി പറയുന്നുണ്ടെങ്കിലും ആ പേര് ചൊല്ലി വിളിക്കപ്പെട്ട നാം ഓരോരുത്തരും അവൻ്റെ ശിഷ്യന്മാരാണ്, ഓരോ ക്രൈസ്തവരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഭൂമിയുടെ ഉപ്പാണ്, അതായത് ഭൂമിക്ക് രുചി നൽകുന്നവരാണ്. അത് ഡീക്കെ, അതായത് അഴുകി പോകാതിരിക്കാൻ സഹായിക്കുന്നവരാണ്. അപ്പോൾ ഭൂമിയുടെ നന്മകൾ നശിക്കാതിരിക്കാൻ സഹായിക്കേണ്ടവരാണ് നിങ്ങൾ എന്നൊക്കെയുള്ള മനോഹരമായ സൂചനകളാണ് യേശുനാഥൻ നൽകുന്നത്. മാത്രമല്ല ഇതിൽ യേശുനാഥൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കാര്യം ഈ ഉപ്പിന് ഉറകെട്ട് പോയാലെന്നാണ്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ വീടുകൾക്ക് ചൂട് ലഭിക്കുന്നതിന് വേണ്ടി ഈ ഭവനങ്ങൾ അവരുടെ തറയിൽ ഉപ്പ് വിതറി അതിന് മുകളിൽ പാ പോലുള്ള സാധനം വിരിച്ചിട്ടാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഒരു ചൂട് ഇവർക്ക് കിട്ടും. അപ്പോൾ കുറേയേറെ നാളുകൾ കഴിയുമ്പോൾ അത് ചൂട് നഷ്ടപ്പെടുകയും അങ്ങനെ ഈ ഉപ്പ് പുറത്തേക്ക് അവർ വലിച്ചെറിയുകയും ചെയ്യും. അതാണ് ഉറകെട്ട് പോയ ഉപ്പിൻ്റെ ഉദാഹരണം. പിന്നീട് അത് ഒന്നിനും ഉപയോഗിക്കാൻ കൊള്ളില്ല. അപ്പോൾ ഓരോ ക്രൈസ്തവരും കൂടെയുള്ളവർക്ക് നന്മ ചെയ്യുന്ന മനുഷ്യരെ മാറണമെന്നാണ്. അപ്പോൾ ഇത് പ്രവൃത്തി കൊണ്ട് ചെയ്യുന്ന മനുഷ്യരുടെ ഒരു നന്മയാണ്. അതുകൊണ്ട് യേശു സുവിശേഷത്തിൻ്റെ അവസാനം പറയും നിങ്ങളുടെ പ്രവൃത്തികൾ കണ്ടിട്ട് ഈ ലോകം മനസ്സിലാക്കണം നിങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ മക്കളാണ്, നിങ്ങൾ യേശുനാഥൻ്റെ ശിഷ്യന്മാരാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ എൻ്റെ വാക്കുകൾ കൊണ്ട് ഞാൻ ക്രൈസ്തവനാണ് എന്ന് പറയുന്നതിലും എൻ്റെ ജീവിതം പോകുന്ന പ്രകൃതിയുണ്ട്. ഉപ്പിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം, ഭക്ഷണ സാധനങ്ങൾക്ക് അത് രുചി നൽകുന്നത് അതിനെ കാണുന്നില്ല, അതിൻ്റെ ആ സ്വാദ് കൊണ്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഉപ്പ് അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എൻ്റെ പ്രവൃത്തികൾ ഞാൻ ക്രൈസ്തവനാണ്, ഞാൻ പിതാവായ ദൈവത്തിൻ്റെ മകനാണെന്ന് കാണിക്കണം. അപ്പോൾ നന്മ നിറഞ്ഞ പ്രവൃത്തികൾ, അതായത് എന്നെ തന്നെ ഞാൻ ഇല്ലാതാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന മനുഷ്യനെ മാറണമെന്നാണ്. അപ്പോൾ ഈ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ വളരെ മനോഹരമായ ഒരു രംഗമുണ്ട്. രാവിലെ തൻ്റെ ശിഷ്യൻ ലിയോയും വിളിച്ചുകൊണ്ട് അദ്ദേഹം പോവുകയാണ്, നമുക്ക് സുവിശേഷ പ്രഘോഷണത്തിന് പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ലിയോ രാത്രി ഒരുങ്ങുന്നുണ്ട് സുവിശേഷം പ്രഘോഷിക്കാൻ. പക്ഷെ പിറ്റേന്ന് ഇറ്റലിയുടെ തെരുവോരങ്ങളിലൂടെ നടക്കുമ്പോൾ ഫ്രാൻസിസ് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ലിയോ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഞാൻ സുവിശേഷം പ്രസംഗിക്കട്ടെ. ഫ്രാൻസിസ് പറയും നീ ഒന്നും പ്രസംഗിക്കണ്ട, നീ എൻ്റെ കൂടെ നടന്നാൽ മതി. അപ്പോൾ ഫ്രാൻസിസ് നടക്കുന്ന വഴികളിൽ ആളുകൾ മുട്ടുകുത്തി ഇരിക്കുകയാണ്. ഫ്രാൻസിസിനെ കണ്ടിട്ട് ആളുകൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. ഫ്രാൻസിസിനെ തൊടുന്നുണ്ട്. പക്ഷെ ചിലരാകട്ടെ ഫ്രാൻസിസിനെ അശ്ലീലങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതെല്ലാം കേട്ടുകൊണ്ട് ഫ്രാൻസിസ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു പോവുകയാണ്. സുവിശേഷം ഒന്നും പ്രഘോഷിച്ചില്ല. വൈകുന്നേരം ലിയോട് ഫ്രാൻസിസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ആ നടന്നു പോയതാണ് സുവിശേഷ പ്രഘോഷണം, നമ്മൾ നമ്മുടെ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതാണ് സുവിശേഷം. അതെ, അക്ഷരാർത്ഥത്തിൽ വാക്കുകൾ കൊണ്ടെന്നതിനേക്കാൾ ഉപരി എൻ്റെ പ്രവർത്തികളിലൂടെ ഞാൻ ദൈവമഹത്വം കൊടുക്കുന്ന മനുഷ്യൻ. ഇത് ഓരോ ക്രൈസ്തവൻ്റെയും വിളിയാണ് എന്ന് യേശുനാഥൻ സൂചിപ്പിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ പ്രകാശം എന്ന് പറഞ്ഞത് പണ്ട് ആദിമസഭയുടെ കാലങ്ങളിൽ അവർ എരിഞ്ഞെരിഞ്ഞ് തീരുമ്പോഴും അവർ അക്ഷരാർത്ഥത്തിൽ വെളിച്ചം കൊടുത്തുകൊണ്ട് തീരുകയായിരുന്നില്ല. അവരുടെ ജീവിത സാക്ഷ്യം കൂടെ ഉണ്ടായിരുന്നവർക്ക് വലിയൊരു വെളിച്ചവും പ്രകാശവുമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ചെറിയ തരി വെട്ടമാണ്. ഉപ്പ് വളരെ ചെറുതാണ്, പക്ഷേ അത് കൂടെയുള്ള ആ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങൾക്കും സ്വാദ് നൽകുന്നത് പോലെ ഈ ചെറിയൊരു പ്രകാശം, ഞാൻ ഈ ഭൂമിയിലെ ഒരു ചെറിയ പ്രകാശമായി മാറണമെന്നാണ് യേശുനാഥൻ പറയുന്നത്. എൻ്റെ ഈ പ്രകാശം എനിക്ക് ചുറ്റുമുള്ള ഇരുട്ടിനെ അകറ്റുന്ന പ്രകാശമായി മാറണം. അപ്പോൾ എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന നന്മകൾ കൂടെയുള്ള മനുഷ്യർക്ക് ചെയ്യുന്ന
മനുഷ്യനായി ഞാൻ മാറണം. അതാണ് യേശുനാഥൻ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വലിയ വലിയ പ്രവൃത്തികൾ ചെയ്യുന്ന ആളാകാനല്ല, ചെറിയൊരു ഉപ്പിൻ്റെ തരിയായി മാറുക, ചെറിയൊരു പ്രകാശമെങ്കിലും ആകാൻ. അപ്പോൾ എൻ്റെ ഉള്ളിലുണ്ട് ആ പ്രകാശം. കാരണം ഞാൻ ക്രിസ്തുവാകുന്ന ദിവ്യപ്രകാശത്തിൻ്റെ ആ പ്രകാശം പേറുന്ന മനുഷ്യനാണ്. ഞാൻ വലിയ സൂര്യനായി ഉദിച്ചു ഉയരണമെന്നല്ല യേശുനാഥൻ പറയുന്നത്. ക്രിസ്തുവാകുന്ന പ്രകാശത്തെ ചുറ്റുമുള്ള മനുഷ്യർക്ക് കൊടുക്കുന്ന ചെറിയൊരു തരി വട്ടമായി ഞാൻ മാറിയാൽ മതി. ഒരിക്കൽ ഒരു 2 കാലം ശോഷിച്ച ഒരു വ്യക്തി, അവനൊരു 10-11 വയസ്സുള്ളൊരു കുട്ടിയാണ്. അവന് 2 കാലുകൾക്കും ശേഷിക്കുറവാണ്. അപ്പം അവൻ ഈ ആപ്പിൾ വിറ്റിരുന്ന ഒരു കുട്ടിയാണ്. അവനെ ചെറിയൊരു വീൽ ചെയറിൽ ഉന്തി അവൻ കയ്യിൽ കവറിൽ ആപ്പിളും കൊണ്ട് നടന്ന് വിറ്റിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ അവൻ്റെ അമ്മ വലിയൊരു വിശ്വാസിയാണ്. അവൻ്റെ അമ്മ എപ്പോഴും അവനോട് പറയും, നിനക്ക് ആവശ്യമുള്ളപ്പോൾ ദൈവം നിന്നെ സഹായിക്കാൻ വരും എന്ന് ഈ മകനെ എപ്പോഴും പഠിപ്പിച്ചിരുന്നു. അങ്ങനെ ഇവൻ ഈ ഉന്തുവണ്ടിയിൽ ആപ്പിളുമായി പോകുമ്പോൾ അവൻ്റെ കയ്യിലിരുന്ന ആ കവർ പൊട്ടുകയും ആപ്പിൾ റോഡിലേക്ക് ചിതറിത്തെറിക്കുകയും വാഹനങ്ങൾ വന്ന് ആ ആപ്പിളുകളുടെ മേലിലൂടെ കയറി പോവുകയും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവനൊന്നും ചെയ്യാൻ അവൻ നിസ്സഹായം നിൽക്കുകയാണ്. കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അവനെ നോക്കുന്നുണ്ട്, ആരും സഹായിക്കുന്നില്ല. അപ്പോഴാണ് മുടന്തനായ ഒരു കുട്ടി, ആ കുട്ടി അവൻ വേച്ചു വന്ന് ഓരോ ആപ്പിളായി പുറക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ ഈ ആപ്പിള് പെറുക്കി എടുക്കുന്നത് കണ്ടിട്ട് കൂടെ ഉണ്ടായിരുന്ന ഈ 2 കൈക്കും കാലിലും ശേഷിക്കുറവൊന്നും ഇല്ലായിരുന്ന മനുഷ്യരും ഓടി വന്ന് അതൊക്കെ പിഴക്കി സഹായിക്കാൻ തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് ഈ മുടന്തനായ കുട്ടി ഇതെല്ലാം കളക്ട് ചെയ്ത് ഈ 2 കാലുകളും ഇല്ലാത്ത കുട്ടിയുടെ അടുത്തേക്ക് ഈ ആപ്പിളൊക്കെ ആയിട്ട് വരുമ്പോൾ അവൻ്റെ കണ്ണുനീര് വന്നിട്ട് അവൻ ഈ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, നീയാണോ ഈശോ എന്ന് ചോദിക്കുന്നുണ്ട്, നീയാണോ ദൈവം എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് നിനക്കൊരു ആവശ്യം ഉണ്ടാകുമ്പോൾ ദൈവം വരുമെന്ന്. അതേ അക്ഷരാർത്ഥത്തിൽ അവൻ ആ ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പും ഒക്കെ മാറുന്ന ഒരു ക്രൈസ്തവനായി മാറുകയാണ്. അപ്പം എൻ്റെ ഈ ചെറിയ പ്രവൃത്തികളാണ് ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. ഞാനാണ് ദൈവത്തിൻ്റെ പ്രതിരൂപം പേറുന്ന മനുഷ്യൻ. എന്നിലൂടെയാണ് എൻ്റെ ദൈവം മറ്റുള്ളവർക്ക് പ്രാപ്യമായി തീരേണ്ടത്, അനുഭവമായി മാറേണ്ടത്. യേശുനാഥൻ പറയുന്നത് അതാണ്. യേശുനാഥാണ് യഥാർത്ഥത്തിൽ ഈ ഭൂമിയുടെ ഉപ്പ്. അവനാണ് യഥാർത്ഥത്തിൽ വലിയ പ്രകാശം. പക്ഷേ അവൻ്റെ ആ മഹിമയാകുന്ന പ്രകാശവും അവൻ്റെ ആ ഉപ്പും ഒക്കെ മറ്റു മനുഷ്യർക്ക് നൽകുന്ന മനുഷ്യരായി നമ്മൾ മാറുമ്പോൾ ആ ഈശോയെ പ്രതിഫലിപ്പിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറും. നമ്മളെ കാണുന്നവരും അനുഭവിക്കണം, പിതാവായ ദൈവത്തിൻ്റെ മകനാണ് ഞാൻ. അപ്പോൾ ഈ സുവിശേഷം ധ്യാനിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ആ ഉപ്പ്, എൻ്റെ ഉള്ളിലുള്ള ആ പ്രകാശം ചുറ്റുമുള്ള മനുഷ്യർക്ക് നൽകുന്ന മനുഷ്യനായി മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.